ഞങ്ങൾ ഇവിടെ ഓഫീസിലുണ്ട്. അവർ 8 മണിക്കേ പോകത്തുള്ളൂ. പിന്നെ ആ തെങ്ങു ഇന്നലെ വീണു, കിണർ കുത്തി ഇടിഞ്ഞു, അടുക്കള കുറച്ച് ഔ അതുകൊണ്ട് ആണ്ട് കഴിഞ്ഞല്ലോ. എന്നിട്ട് അതിൻ്റെ നഷ്ടപരിഹാരം തരുമോ? അടുക്കളൊക്കെ പോയില്ലേ, ആർക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ആ സമയം നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ ഉടമസ്ഥൻ എന്തെങ്കിലും തന്നാ? എൻ്റെ കാക്ക വന്നിരുന്നു ഹോസ്പിറ്റലിൽ പോകാൻ. ഇക്കാനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോടോ. പനി മാറിയാ? അന്ന് കൗണ്ട് കുറവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ആരുതാ, നമ്മൾ തന്നെ കെട്ടണം. ഉടമസ്ഥൻ വിലക്ക് തന്നെ. എന്നാ അതിമ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ ആ തേങ്ങ കൊണ്ട് എടുത്തിട്ടാളുടെ തേങ്ങയ്ക്ക് നല്ല വില അല്ലേ. ഇക്കച്ചിക്ക് കുഴപ്പമില്ല, ഇപ്പോൾ കുറച്ച് റെസ്റ്റ് വേണം. എന്താ നന്നായിട്ട് ഇങ്ങനെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ജയിന് റെസ്റ്റ് കൊടുക്കണ്ടാവില്ല. ജയിൻ എങ്ങനെ വിളിച്ചിട്ട് ഒരു സന്ദർഭം കൊടുക്കാവും, സ്വീപ്പാക്ക് ഉണ്ടാവും. എന്നിട്ട് ഇക്കണ്ട് വന്നിന്നാ ഇവിടെ ഒരുപാട് ഭാഗത്ത് അതുണ്ടാ H1N1. എന്നിട്ട് ഇക്കാക്ക ഒന്നുമില്ലല്ലോ. H1N1 ഇല്ല. എന്നിട്ട് ഇന്ന് ഇക്ക വന്നിരുന്നാ ഹോസ്പിറ്റലിൽ പോകാം? എവിടെ ഉമ്മക്ക് എവിടെ? 2 ദിവസമായി നിങ്ങളെല്ലാവരും വർത്താനം ഇതൊക്കെ കേട്ടിട്ട്. മാഷെ 2 ദിവസം കൊണ്ട് കുഞ്ഞോളെ കണ്ടിട്ട്. അവള് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാണ്. കുഞ്ഞോളെ അന്നെ ജാസ്മിനിത്ത ചോദിക്കുന്നു. ഉമ്മ ഇവിടെ ഉണ്ട്. ഉമ്മാമ്മ ഇളയ മോളെ വീട്ടിലാക്കി. ഉമ്മാമ്മ ഇളയ മോളുടെ വീട്ടിലാക്കിന്നോ? അതുവേണേ അത് ഇവിടെ ഒന്നായിട്ട് പൊളിഞ്ഞാടിയപ്പോൾ പോയതാ? പേടിച്ചിട്ട് പോയതാ? അതോ ജാസ്മിൻ താത്ത ഹായ്. 2 ദിവസം കാണാഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ലാന്ന് ഞാൻ എന്നിട്ട് വെറുതെ പറയാം. ഞങ്ങൾ പറയായിരുന്നു ഞാൻ ചോറുണ്ണേട്ടെ. ഞാൻ ഉച്ചയ്ക്ക് തന്നെ ചോറുണ്ടിട്ടില്ല, അപ്പൊ ചോറുണ്ണു. എന്ത് സുഖല്ലേ? ഞാൻ ചോറുണ്ടിട്ട് വരാട്ടാ. കുഞ്ഞോളെ മെലിഞ്ഞു പോയി. അതൊക്കെല്ല അതിലാണെങ്കിൽ മെസ്സേജ് തരണുള്ളൂ. എന്നോട് മെലിഞ്ഞു പോയിന്ന് കളിയാക്കാണോന്ന്.